മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BSc ലെവലിലുണ്ട്, MSc ലെവലിലുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് BTech MTech ലെവലിൽ അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ IIT NITകളിലൊക്കെയും ഇത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. എന്നാൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് റെയർ ആയിട്ടുള്ള കോഴ്സാണ്. പക്ഷെ കുറേ പേര് അത് ചോദിക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ സയൻസിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാനിന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ പലതരം മെറ്റീരിയൽസ് ഇല്ലേ. ഇപ്പോൾ സെറാമിക്, അതല്ലെങ്കിൽ പോളിമേഴ്സ് ആവാം, അല്ലെങ്കിൽ ബയോ മെറ്റീരിയൽസ് ആവാം, മെറ്റൽസ് ആവാം, ഇങ്ങനെ വരുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. ഈ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പഠനമാണ് ശരിക്കും മെറ്റീരിയൽ സയൻസിൽ നടക്കുന്നത്. ഇനി എന്തിനാ ഇത് പഠിക്കുന്നത്? ഇത് പഠിക്കുമ്പോഴാണല്ലോ ഇത്തരം സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നും, നമ്മൾ എന്തിനാ ഓരോ സാധനം ഉണ്ടാക്കണത്? നമ്മൾ മനുഷ്യരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കുറയ്ക്കാൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ പലതരം കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രയോജനപ്രദമാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ റിസർച്ചിലൊക്കെ പ്രവർത്തിക്കുന്നവർ നോക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ കോഴ്സ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഈ പലതരം മെറ്റീരിയലുകൾ ഉണ്ടല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എന്താണ്, ഇതിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ സെറാമിക് എന്ന് പറയുന്ന മെറ്റീരിയൽ, ഈ മെറ്റീരിയലിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക? ഇതിനെ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക, ഇതിനെ തണുപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ഇത് രണ്ടുമാണ് നമ്മളൊരു പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധനത്തിനെ ചൂടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും, തണുപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ പല തരത്തിലുള്ള പ്രോസസ്സിങ്ങുകളുണ്ട് ഓരോ മെറ്റീരിയലിനും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത്, അതുപോലെ ഓരോ മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ് എന്നുള്ളത്, അപ്പോൾ ആ സ്വഭാവം എന്താണ് എന്നറിഞ്ഞാലാണല്ലോ അതിനെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുക. അതുപോലെ പല മെറ്റീരിയൽസിനെ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത്തരം കാര്യങ്ങളെല്ലാം മെറ്റീരിയൽ സയൻസ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ കോഴ്സിൻ്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസിൻ്റെ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിനോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് പോളിമർ സയൻസ്. ഇതിൻ്റെ ഈ കോർ സബ്ജക്റ്റിൽ വരുന്നൊരു കാര്യമാണ്. അതുപോലെ ഈ നാനോ സയൻസും നാനോ എഞ്ചിനീയറിങ്ങും, അതും ഈ മെറ്റീരിയൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാര്യമായി പഠിക്കുന്നൊരു വിഷയമാണ്. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ നല്ല താല്പര്യമുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ, പ്ലസ് ഒരു പോയിൻ്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. വെറുതെ ഇങ്ങനെ BSc ലെവൽ മാത്രം പഠിച്ച് നിർത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതുകൊണ്ട് കരിയറിൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തില്ല. പക്ഷേ ഒരു മിനിമം മാസ്റ്റേഴ്സ് വരെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ, PhD കൂടെ എടുത്താൽ അത്രയും നന്ന്. അപ്പോൾ ആ രീതിയിലൊക്കെ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ, ഒപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നല്ല ഇഷ്ടവുമാണ് എങ്കിൽ, നിങ്ങൾക്ക് നോക്കാവുന്ന കോഴ്സുകളിൽ ഒന്നാണ് ഈ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അവിടെയൊക്കെ നമുക്ക് ആളുകളെ ആവശ്യം വരും ആ രീതിയിൽ ചിന്തിക്കാനും ഓരോ സാധനങ്ങളെ എങ്ങനെ ഉപയോഗിക്കും. കാരണം ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ. എന്തിനാണ് നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മുടെ ലോകത്തിലുള്ള പല റിസോഴ്സുകളും എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. അങ്ങനെ മാറ്റി ചിന്തിക്കണമെങ്കിൽ പുതിയ തരത്തിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എന്താണെന്നുള്ളതും അതിനെ എങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കാമെന്നും നമ്മൾ ചിന്തിക്കണം. ആ ചിന്ത നമ്മളിൽ വരണമെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇതിൻ്റെ ജോലി സാധ്യത കിടക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ +1 +2 നിർബന്ധമായിട്ട് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.